സത്യം കൊണ്ടുവരികയും അത് വിശ്വസിക്കുകയും ചെയ്ത മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹി തങ്ങളും വല്ലദീ ജാഅ ബിസ്സുദ്ഖ്, ഈ ദീനുമായി കടന്നു വന്ന റസൂലുള്ളാഹ് വസ്വദ്ദഖ ബിഹി, അത് സത്യസന്ധമായി ഏറ്റെടുത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരല്ലയോ ഈ ദീനിന്റെ അടിസ്ഥാനം? അവരിൽ നിന്നല്ലയോ നമ്മൾ ദീൻ പഠിക്കുന്നത്? അവരിലൂടെയല്ലയോ അള്ളാഹു ഈ ദീനിന് വിജയമുണ്ടാക്കി തന്നത്? അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഈ സത്യസന്ധത ഏതെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളിൽ വേണം, നമ്മുടെ നിയ്യത്തുകളിൽ, നമ്മുടെ തീരുമാനങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ വിജ്ഞാനദാഹത്തിൽ, എല്ലാറ്റിലും സത്യസന്ധത. അതിന് ആലിമീങ്ങൾ പഠിപ്പിച്ചു തന്ന മാർഗരേഖയാണ് ഇനിയുള്ള സമയം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ ഈ ഒരു ഇരുത്തം നീ കാരണമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റമുണ്ടാവണം, നിന്നിലേക്ക്, നന്മയിലേക്ക്, സത്യസന്ധതയിലേക്കുള്ള മാറ്റം. അതിന് നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബ്. സ്വലാത്ത് ചൊല്ലില്ലേ? സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونركز ചൊല്ലണ്ടേ? اللهم صل على وبارك وسلم عليه. ഇൽമിൽ നിന്ന് നമുക്ക് പഠിക്കാനും അറിയാനും എന്തെങ്കിലും നമുക്ക് പിഴവുണ്ടെങ്കിൽ തിരുത്തിത്തരാനുമൊക്കെ നമുക്കവരുണ്ടാകുമ്പോൾ ആ ഒരു സാന്നിധ്യത്തിൻ്റെ ധൈര്യത്തിലാണ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമ്മുടെ ഇൽമിലും അമലിലും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. കാരണം ലൗ കാന ലിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫുൻ ലകാന അഷ്റഫ ഖൽഖില്ലാഹി ഇബ്ലീസു. ഇൽമുണ്ടായി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ശ്രേഷ്ഠത ഉണ്ടാകുമെങ്കിൽ അത് ഇബ്ലീസിന് കിട്ടണം. അത്ര വലിയ പണ്ഡിതൻ ലോകത്ത് വേറല്ല എന്നാ. ഇബ്ലീസിനില്ലാതെ പോയത് അള്ളാഹുവിനെ പറ്റിയുള്ള തഖ്വയാണ്. തഖ്വയില്ലാതെ എത്ര ഇൽമുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാണ്, അള്ളാഹുവെ തഖ്വ നൽകണേ തമ്പുരാനെ. ഇൽമുണ്ട് പക്ഷേ തഖ്വയില്ല, അത്തരക്കാർ വ്യഭിചാരത്തിലേക്ക് പോകും. ഇൽമുണ്ട് പക്ഷേ തഖ്വയില്ല, സാമ്പത്തിക തിരിമറി അവർ ചെയ്യും. ഇൽമുണ്ട് പക്ഷേ തഖ്വയില്ല, ജനങ്ങളെ വഞ്ചിക്കാൻ അവർക്ക് മടിയുണ്ടാവില്ല. അതുകൊണ്ട് തഖ്വയുള്ള ഇൽമ് നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു നമുക്കത് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് അസ്ദിഖു ഫിന്നിയാത്ത്, നമ്മുടെ നിയ്യത്തുകളിൽ നമുക്ക് സത്യസന്ധതയുണ്ടാവട്ടെ. നമ്മുടെ നിയ്യത്തുകൾ അങ്ങനെ ആവട്ടെ. ആദ്യം എൻ്റെ നിയ്യത്ത് ഞാൻ നന്നാക്കണം, നിങ്ങളുടെ നിയ്യത്ത് നിങ്ങളും നന്നാക്കണം. എന്നാൽ ഈ വരവൊക്കെ ലാഭത്തിലാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടമാണ്. നമ്മൾ ഓരോരുത്തരുടെയും നിയ്യത്ത് നന്നാക്കുക. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലഇൻ ഉഖദ്ദമ ഫതുദ്റബ ഉനുഖി അഹബ്ബു ഇലയ്യ മിൻ അൻ അതഅമ്മറ അലാ ഖൗമിൻ ഫീഹിം അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വല്ലാത്തൊരു വാക്കാണത്. എന്നെ പിടിച്ചുകൊണ്ടുവന്ന് എന്റെ തലവെട്ടലാണ് എനിക്ക് ഇഷ്ടം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹത്തുക്കളുള്ള ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ എന്നെ വിളിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്റെ തലവെട്ടിപ്പോവലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോൾ, ആ മഹാന്റെ കാലത്ത് മഹാനവറുകൾ ജീവിച്ചിരിക്കുമ്പോൾ, മഹാനവറുകളുടെ മേൽ അധികാരമുള്ള ഖലീഫയായി, അമീറുൽ മുഅ്മിനീനായി നിൽക്കാൻ ഉമറിനെ കൊണ്ട് കഴിയില്ല. ഉമർ അത് ചെയ്യൂല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് എന്നവർ ജീവിച്ചിരിക്കുമ്പോ എന്നെ അമീറാക്കേ. സിദ്ദീഖ് തങ്ങളുടെ അൽ അസീമത്തു ഫിന്നിയ്യ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അസീമ. അതുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങൾ തിരിച്ചു അങ്ങോട്ട് കേട്ടോ. തങ്ങൾ വഫാത്തായി നിൽക്കുമ്പോ 3 ദിവസം ഹബീബിന്റെ ജനാസ മറവ് ചെയ്യാതെ നിർത്തിയപ്പോ ആരാണ് അമീർ, ആരാണ് ഖലീഫ, ആരാണ് ഖലീഫത്തു റസൂലില്ലാഹ്? അല്ലാഹുവിന്റെ ഖലീഫയല്ല, ഖലീഫത്തു റസൂലില്ലാഹ്. റസൂലുള്ളാഹി തങ്ങളുടെ ഖലീഫ ആരാവണം? ഉമർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞില്ലേ, സിദ്ദീഖേ കയ്യങ്ങ് തരൂ, സിദ്ദീഖേ നിങ്ങളല്ലാതെ ആരാണ് ഞങ്ങൾക്ക് നേതാവാകാൻ? ആരാണ് പിന്നെ യോഗ്യതയുള്ളത്?
എന്ന് സിദ്ദീഖ് എന്നവരോട് ആര് പറഞ്ഞു? ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് എന്നവർ പറഞ്ഞു, ഉമറേ, നിങ്ങൾ മുസ്ലിമായ കാലം എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ഹബീബിന്റെ കൈപിടിച്ച് മുസ്ലിമായത് എനിക്ക് ഓർമ്മയുണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന 50-ാമത്തെ മെമ്പറാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമറേ, മാ റഅയ്തു മിൻക സല്ലതൻ, ഞാൻ നിങ്ങളിൽ നിന്ന് മുസ്ലിമായതിന്റെ ശേഷം ഇക്കാലം വരേക്കും ഈ ഒരു അബദ്ധമല്ലാതെ മറ്റൊന്നും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഉമറേ, ഇങ്ങനൊരു അബദ്ധം നിങ്ങൾ പറയേ, മുസ്ലിമായിട്ട് ഇതുപോലൊരു അബദ്ധം നിങ്ങൾ ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. എന്തബദ്ധം? എന്നെ നേതാവാക്കണം എന്ന് സിദ്ദീഖ് എന്നവർ നേതാവണം എന്ന് ഉമർ എന്നവർ ആവശ്യപ്പെട്ടത് അബദ്ധമാണ്. ഉമറേ, ഇങ്ങനെയൊക്കെ മണ്ടത്തരങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇന്നാണെങ്കിൽ എന്താ പറയാ, ഞാൻ തന്നെയല്ലേ ആവേണ്ടത്. സിദ്ദീഖ് എന്നവർ പറഞ്ഞു, ഉമറേ, നിങ്ങളാണ് ആവേണ്ടത്, നിങ്ങളാണല്ലോ ആവേണ്ടത്. അന്നേരമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉമർ എന്നവർ പറയുന്നത്, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഇൻ ഉഖദ്ദമ ഫതുളറബ ഉനുഖി, എന്നെ പിടിച്ചുകൊണ്ടുവന്ന് എന്റെ തലയങ്ങറുക്കലാണ് അഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടം, മിൻ അൻ അതഅമ്മറ അലാ ഖൗമിൻ ഫീഹിം അബൂബക്കർ സിദ്ദീഖ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം സിദ്ദീഖ് തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ആ ഉമ്മത്തിന് നേതാവാകുന്നതിനേക്കാളും എന്റെ തലറുക്കലാണ് എനിക്കിഷ്ടം, എനിക്ക് വേണ്ടാതെ. എന്തുകൊണ്ട്? എന്റെ നേതാവ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിൽ സുദ്ഖ് പഠിപ്പിച്ചു തന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരെ ഓവർടേക്ക് ചെയ്യാൻ ഞാനില്ല. ദീനിൽ ഇസ്ലാമിൽ ഹിദായത്ത് കിട്ടിയത് ഉമർ റളിയല്ലാഹു അൻഹു, ഹിദായത്ത് കിട്ടിയത് സിദ്ദീഖ് തങ്ങളുടെ കയ്യാലെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ വലിയ പങ്കുണ്ട്. ആ മഹാനുഭാവനെ ഓവർടേക്ക് ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്നിട്ട് ആ മഹാൻ സ്വീകരിച്ചില്ലല്ലോ നേതൃത്വം. സിദ്ദീഖ് തങ്ങൾ വഫാത്താകുന്നവരെ സിദ്ദീഖ് തങ്ങൾ തന്നെ, സിദ്ദീഖ് തങ്ങളുടെ കാലശേഷമാണ് സ്വഹാബത്ത് ഉമർ തങ്ങളെ അതേൽപ്പിക്കുന്നത്. അപ്പോഴാ തെരഞ്ഞെടുത്തത്. ആ ഒരു വാക്ക് തന്റെ ഗുരുനാഥൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്റെ ഗുരുനാഥൻ അടക്കമുള്ള ആളിന്റെ മേൽ ഞാനാണ് നേതാവെന്ന് പറയാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയില്ല എന്ന് പഠിപ്പിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചിന്തിക്കണം, കിതാബ് ഓതുന്ന ആളുകളൊന്ന് ആലോചിക്കണം. ഇതിന് അർത്ഥമുണ്ട്, ആഴത്തിൽ അർത്ഥമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന അർത്ഥമുണ്ട്. അർത്ഥമറിഞ്ഞതിന് ശേഷം പിന്തിരിഞ്ഞു നടക്കല്ലേ. സംഘടനാ വൈരാഗ്യം കൊണ്ടോ മറ്റോ നിങ്ങൾ സത്യം കാണാതെ എതിർത്ത് നടക്കല്ലേ. സത്യം സ്വീകരിച്ചേക്കുക. വല്ലാഹി ലഇൻ ഖദ്ദമ ഫതുളറബ ഉനുഖി അഹബ്ബു ഇലയ്യ മിൻ അൻ അതഅമ്മറ അലാ ഖൗമിൻ ഫീഹിം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. അത് പഠിപ്പിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ. സത്യസന്ധതയാണത്. എത്ര പറഞ്ഞിട്ടും ഉമർ എന്നവർ തീരുമാനിച്ചില്ല, ഉമർ എന്നവർ അതിന് ഒരുങ്ങിയില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ. ഇനിയുണ്ട് അനസ് ഇബ്നു നദർ എന്നവർ റളിയല്ലാഹു അൻഹു ചെയ്ത ത്യാഗം എത്രയാണ്. ഹബീബായ നബി തങ്ങളും സ്വഹാബികളും ഉഹദിലേക്ക് പോകുന്ന നേരം, ഉഹദിലേക്ക് പോകുമ്പോ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഉഹദിലേക്ക് ഓടുന്നുണ്ട്. ഉഹദിലേക്ക് എന്തെന്നില്ലാത്ത ഓട്ടം. ഇപ്പൊ നമ്മൾ ആലോചിക്കുക, പെരിന്തൽമണ്ണയിൽ നിന്ന് ഇങ്ങ് താഴേക്കോട്ടേക്ക് ഒരാൾ ഓടി വരികയാണ്. സങ്കല്പിക്കുക, ആരും വിളിച്ചിട്ടില്ല, സ്വയം ഓടി വരികയാണ്. ഇവിടെ പരിപാടി നടക്കുന്നതും അറിയില്ല, ഒരാൾ ഒറ്റക്ക് ഓടുന്നു. എങ്ങോട്ടാ പോകുന്നത്? ഞാൻ താഴേക്കോട്ടേക്ക് പോവുക. കുഞ്ഞലവി മുസ്ലിയാറുള്ള കാലാണെന്ന് ഓർക്കുക. ഉദാഹരണത്തിൽ പറയാം, ഒരുപാട് ആലിമീങ്ങൾ ഇൽമ പഠിക്കാൻ വന്ന നാടാണിത്. മാഷാ അല്ലാഹ്, ഈ നാട്ടുകാർക്ക് കിട്ടിയ സൗഭാഗ്യം വളരെ വലുതല്ലേ. അല്ലാഹുവേ, ആ മഹാനുഭാവന്റെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കണേ തമ്പുരാനെ. അലനല്ലൂരില്ല അവരെ ഖബറുള്ളത്, അലനല്ലൂരിലാണ്. മാഷാ അല്ലാഹ്. സഅദ് റളിയല്ലാഹു അൻഹു കാണുന്നു അനസ് ഇബ്നു നദർ എന്നവരെ ഉഹദിലേക്ക് ഓടുകയാണ്. അനസേ, എങ്ങോട്ടാണ് ഈ പോക്ക്? എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇലാ ഐന യാ അബാ അംറ. അനസ് ഇബ്നു നദറേ, എങ്ങോട്ടാണ് ഈ പോകുന്നത്?
ഇലൈക അന്നി യാ സഅദ് ഇബ്നു മുആദ്, മാറി നിൽക്കൂ സഅദ് ഇബ്നു മുആദേ, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നി ലഅശുമ്മു റീഹൽ ജന്ന മിൻ ദൂനി ഉഹുദിൻ, ഉഹുദിന്റെ ഭാഗത്ത് നിന്ന് സ്വർഗ്ഗത്തിന്റെ വാസന വരുന്നുണ്ട് സഅദേ, മാറി നിൽക്കിൻ സഅദേ, സ്വർഗ്ഗത്തിന്റെ വാസന വരുന്നുണ്ട്, ഉഹുദിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് ഓടുകയാണ്. യുദ്ധം നടക്കും മുമ്പ് മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിന്റെ വാസന വരുന്നു, ഞാൻ ഓടട്ടെ. യുദ്ധം നടക്കാൻ പോകുന്ന, ഷഹാദത്ത് വരിക്കാൻ പോകുന്ന പരിശുദ്ധമായ ഉഹദിന്റെ മണ്ണിലേക്ക് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഓടിച്ചെല്ലുമ്പോ സ്വർഗ്ഗത്തിന്റെ വാസന കിട്ടിയിട്ടുണ്ട്. അവിടെയല്ലേ ഷഹീദാകുന്നത്. ഷഹീദാകുന്നവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം സ്വർഗ്ഗത്തിൽ കുറഞ്ഞെന്താണ്? സാന്ദർഭികമായി ദുആ ചെയ്യട്ടെ. ഞങ്ങൾ ഇന്ന് ആ വീട് ചെന്ന് സന്ദർശിക്കാൻ സാധിച്ചു. അഭിവന്ദനായ മർഹൂം ഷഹീദ് ഫൈസൽ എന്ന് പറയുന്ന കുടിഞ്ഞിക്കാരനായ സുഹൃത്ത്, അല്ലാഹുവേ നീ അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കണേ തമ്പുരാനെ. ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ റബ്ബേ. അവർക്ക് സഹായം എത്തിച്ചവരെ നീ സഹായിക്കണം തമ്പുരാനെ. അവരെ നീ നിന്റെ ദീനിന്റെ ഇസ്തിഖാമത്തിലും ഹിദായത്തിലും നിലനിർത്തി കൊടുക്കണമേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൊടിഞ്ഞിപ്പള്ളിയിലേക്ക് കയറി ചെല്ലുന്നിടത്ത് ഇടത് ഭാഗത്ത് ആ വഴിയോട് ചേർന്ന് ഏതൊരാൾക്കും കാണുന്ന വിധം ആ പഴയൊരു ഖബർസ്ഥാനിൽ അങ്ങനെ ഒരു ഖബർ തൊട്ടരികത്ത് കിട്ടുന്നത് പോലും വലിയ സൗഭാഗ്യമല്ലേ? എന്തോ ഒരു ഭാഗ്യം ചെയ്ത മഹാൻ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ചെന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ ആലിമീങ്ങൾ, ജനറൽ സെക്രട്ടറിയായ മഹാനായ ഷെയ്ഖുൽ ജാമിഅ അലികുട്ടി ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ എല്ലാവരും സയ്യിദന്മാർ പാണക്കാട് കുടുംബത്തിൽ എത്ര പേരാണ് അങ്ങോട്ടെത്തിയത്. ആ ഒരു ഭാഗ്യം ആ ചെറുപ്പക്കാരൻ അല്ലാഹു നൽകിയത് ഈമാനിൽ ഉറച്ചു നിന്നതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമായിരിക്കും. അല്ലെങ്കിൽ ആരറിയുന്നു ഈ ത്യാഗം ചെയ്തൊരു ചെറുപ്പക്കാരനെ? വല്ലാഹി ഇന്നി ലഅശുമ്മു റീഹൽ ജന്നതി മിൻ ദൂനി ഉഹുദിൻ, ഉഹുദിന്റെ ഭാഗത്ത് നിന്ന് സ്വർഗ്ഗത്തിന്റെ വാസന വരുന്നുണ്ട് സഅദേ, മാറി നിൽക്കൂ സഅദേ, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു ഓടിപ്പോയ സ്വഹാബിയാണ് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു 80ഓളം കുത്തുകളും വെട്ടുകളും ശരീരത്തിലേറ്റിട്ട് അനസ് എന്നവർ ആരാണെന്ന് സ്വന്തം പെങ്ങൾ റബീഅ ബിൻതു നദീർ അല്ലാതെ മറ്റാർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവരെ സംബന്ധിച്ചാണ് ഖുർആൻ ആയത്തിറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു ومنهم من ينتظر وما بدلوا تبديلا من المؤمنين رجال. മുഅ്മിനീങ്ങളിലുണ്ട് ചില ചുണക്കുട്ടികൾ, മുഅ്മിനീങ്ങളിലുണ്ട് ചില പുരുഷന്മാർ, മുഅ്മിനീങ്ങളിലുണ്ട് ചില ചുറുചുറുക്കുള്ളവർ. സ്വദഖൂ മാ അഹദുല്ലാഹ അലൈഹി, അല്ലാഹുവിനോട് എന്താണോ അവർ വാക്ക് കൊടുത്തത് ആ വാക്ക് അവർ പാലിച്ചിരിക്കുകയാണ്. ഫമിൻഹും മൻ ഖളാ നഹ്ബഹു, തന്റെ ജീവൻ പോലും സമർപ്പിച്ചു വാക്ക് പാലിച്ചവർ അവരിലുണ്ട്. വമിൻഹും മൻ യന്തദിർ, കാത്തു കിടക്കുന്നവർ അവരിലുണ്ട്. വമാ ബദ്ദലൂ തബ്ദീലാ, വമാ ബദ്ദലൂ തബ്ദീലാ, തീരുമാനങ്ങളിൽ മാറ്റമില്ല. അല്ലാഹുവിലേക്കുള്ള ഓട്ടം, അവനിലേക്കുള്ള ത്യാഗം, അവന് വേണ്ടി ജീവനാർപ്പണം ചെയ്യാൻ പോയ ചെറുചുറുക്കുള്ള ചെറുപ്പക്കാർ, അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമികൾ. അശ്ശുഹദാഉ അല്ലദീന യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫിസ്സഫിൽ അവ്വൽ, ഒന്നാമത്തെ സഫിൽ നിന്ന് പോരാടുന്ന ചെറുപ്പക്കാർ, പോരാടുന്ന സത്യവിശ്വാസികൾ. വലാ യൽതഫിതൂന ബിവുജൂഹിഹിം ഹത്താ യുഖ്തലൂ, പിന്തിരിഞ്ഞോട്ടമില്ലാതെ ധീരമായി മുന്നേറുകയും ജീവാർപ്പണം ചെയ്യുകയും ചെയ്യുന്നവർ. യൽയുൽഖൗന ഫീ ഗുറഫിൽ ജന്നത്തിൽ ഉൽയാ, സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിലാണ് അവരെ അല്ലാഹു കൊണ്ടെത്തിക്കുന്നത്. യദ്ഹഖുല്ലാഹു തബാറക വതആല ഇലൈഹിം, കാരുണ്യവാനായ അല്ലാഹു അവരിലേക്ക് നോക്കി പുഞ്ചിരിക്കുമത്രേ. وإن الله تبارك وتعالى إذا ضحك إلى عبد فلا حساب عليه, അല്ലാഹു ആരോടെങ്കിലും പുഞ്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ വിചാരണയില്ലല്ലോ, വിചാരണയില്ല. ആ ഭാഗ്യം കിട്ടുന്നവരിൽ അല്ലാഹു നമ്മുടെ ഷഹീദ് ഫൈസലിനെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനിയുണ്ടൊരു സ്വഹാബി,
ഇനിയുണ്ട് പ്രഗൽഭനായ മഹാൻ അംർ ഇബ്നു ഉത്ബത്ത് ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹു, നമ്മുടെ സലഫ് സ്വാലിഹീങ്ങളിൽ പ്രഗൽഭനായ മഹാൻ, സ്വഹാബിയല്ല. അംർ ഇബ്നു ഉത്ബത്ത് ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹു താബിഈങ്ങൾ, മുൻഗാമികളിൽ സലഫ് സ്വാലിഹീങ്ങളിൽ പ്രഗൽഭനായ മഹാൻ. സൈന്യത്തിൽ മഹാനായ ഈ പുണ്യവാളൻ അംർ ഇബ്നു ഉത്ബ റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ ആരും പിന്നെ സൈന്യത്തിന് കാവൽ നിൽക്കേണ്ടതില്ല. കാരണം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളാണ്. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കും. അങ്ങനെ രാത്രി ഇങ്ങനെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, എല്ലാവരും കിടന്നുറങ്ങാൻ. ആ നിശബ്ദതയിൽ ഒരു സിംഹം അവിടെ വന്നു. സിംഹത്തിന്റെ ഗർജനം കേട്ട് ഉറങ്ങുന്നവർ മുഴുവനും എഴുന്നേറ്റോടി. മഹാനായ അംർ ഇബ്നു ഉത്ബത്ത് ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹു മാത്രം നിന്ന നൃത്തത്തിൽ അവിടെ തന്നെ എഴുന്നേറ്റോടിയില്ല, അവിടെ തന്നെ നിന്നു. നിസ്കാരം കഴിഞ്ഞ് ആ സിംഹം അതിന്റെ വഴിക്ക് പോയപ്പോ ആളുകൾ ചോദിച്ചു, യാ അംർ ഇബ്നു ഉത്ബ, അംർ എന്നവരെ എന്തു പറ്റി? അമാ ഖിഫ്ത സബ, നിങ്ങൾ ഈ മൃഗത്തെ പേടിച്ചില്ലേ? പേടി തോന്നിയില്ലേ? ഒരു മൃഗശാലയിൽ പോയാൽ എത്ര കൂട്ടിന്റെ ഉള്ളിലാണെങ്കിലും നമ്മൾ ചിന്തിക്കും, പടച്ചോനെ കൂട് പൊട്ടിച്ച് പുറത്ത് വരുമോ? ആ വസ്വാസിലായിരിക്കില്ല നടന്നു പോവുക. സിംഹം നേരിട്ട് മുമ്പിൽ വന്നപ്പോൾ നിസ്കരിക്കുകയാണ് ഈ മഹാൻ രാത്രിയിൽ. നിങ്ങൾക്ക് പേടിയൊന്നും ആയില്ലേ? നിങ്ങൾ പേടിച്ചില്ലേ എന്ന് ചോദിച്ചു. എന്താ മറുപടി എന്നറിയോ? മഹാനായ അംർ ഇബ്നു ഉത്ബ ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹു സദഖ മഅല്ലാഹ്, നിസ്കാരം അല്ലാഹുവിന് വേണ്ടിയാണ്. എന്ത് പറഞ്ഞു എന്നറിയോ? ഇന്നി അസ്തഹി മിനല്ലാഹി അസ്സ വജല്ല അൻ അഖ്ശാ അഹദൻ ഗൈറഹ്. അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹു അക്ബർ, നീയാണ് പടച്ചവനെ വലിയവൻ എന്ന് പറഞ്ഞ് കൈകെട്ടി നിന്നാൽ പിന്നെ അല്ലാഹുവിനെ അല്ലാതെ മറ്റേതിനെയും എനിക്ക് പേടിക്കുന്നത് നാണമാണ്. അല്ലാഹു വലുതാണെന്ന് പറയും ചെയ്യാ, എന്നിട്ട് ഞാൻ ഈ മൃഗത്തെ പേടിക്കുകയോ? അതുകൊണ്ട് ഞാൻ എന്റെ നിസ്കാരം മുറിച്ചില്ല എന്ന് പറഞ്ഞ അംർ ഇബ്നു ഉത്ബ ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ പാലിച്ച സത്യസന്ധതയാണ്. സൂചിപ്പിച്ചിട്ടുണ്ട്. നിസ്കരിക്കുമ്പോൾ പള്ളിയിലൊക്കെ ജുമാക്കൊക്കെ കാണാമല്ലോ, പോക്കറ്റിലുള്ള മൊബൈലൊക്കെ സൊഫിലേക്ക് ഇട്ടുന്ന ആൾക്കാർ. അപ്പോൾ പൊളിഞ്ഞ ഫോണൊക്കെ ഉപയോഗിക്കുന്ന, റബ്ബേ ഐഫോൺ 7 ആ കിടക്കണത്, അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഇത്ര നമ്പർ സാധനമാണ് ആ കിടക്കണത്. എങ്ങാനും ഈ മൊബൈൽ എടുത്ത് ഒരുത്തണം ഓടിയാൽ നിങ്ങൾ നിസ്കാരം മുറിക്കൂലേ? അത് പറഞ്ഞു തരും, എന്നിട്ട് ഇട്ടാൽ മതി താഴത്തേക്ക് മൊബൈല്. അത് കൊണ്ടുപോയാൽ എന്റെ നിസ്കാരം ഞാൻ മുറിക്കൂല. അത്ര ഉറപ്പുണ്ടോ ഈ മൊബൈലും പേഴ്സൊക്കെ താഴെടുന്നവർക്ക്? ഒരുത്തെടുത്ത് ഓടിയെന്ന് വിചാരിക്കാം, പിന്നാലെ കൂടൂലേ? മഹാനായ അംർ ഇബ്നു ഉത്ബ ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഇന്നി അസ്തഹി മിനല്ലാഹി അൻ അഖ്ശാ അഹദൻ ഗൈറഹ്. അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെ പേടിക്കുമ്പോൾ എനിക്ക് നാണം തോന്നുന്നു. നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു. പെണ്ണുങ്ങളൊക്കെ നിസ്കരിക്കുമ്പോൾ കുട്ടിക്ക് റബ്ബേന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ കൈയോ ഇല്ല അപ്പുറമുള്ള അയച്ചിട്ട് ഓടിട്ടോ എൻ്റെ കുട്ടിന്റെ പിന്നാലെ. ആ ഒരു നിയത്തിലാണ് നമ്മൾ ഈ കൈ കെട്ടുന്നതെങ്കിൽ തന്നെ നമ്മുടെ നിസ്കാരത്തിന്റെ കാര്യം പോക്കാണ്. നമുക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ?